ബണ്ടിച്ചോറ് കേരളത്തിലെത്തി 50 കോടി നഷ്ടപരിഹാരം കിട്ടണം സിനിമ നിർമ്മിച്ചതിന്. ബണ്ടിച്ചോറിനെ നമുക്കറിയാം 2013 മുട്ടടയിൽ വന്ന് ഒരു വീട്ടിൽ കയറി 29 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ആ വീട്ടിലെ തന്നെ കാറിൽ കയറ്റി. അതിനുശേഷം അവരുടെ മൊബൈൽ ഫോണും എടുത്തു. അവിടെ ഒരു മോഷണം നടത്തിയിട്ട് പോയ ബണ്ടിച്ചോറിനെ കേരള പോലീസ് പിടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ബണ്ടിച്ചോറിനെ നമ്മൾ അറിയുന്നത്. ദേവേന്ദ്ര സിംഗ് എന്ന ഡൽഹിക്കാരൻ ബണ്ടിച്ചോറ് ഡൽഹിയിൽ ഏകദേശം 150 കേസിലെ പ്രതിയാണ്. ഏത് വീട്ടിൽ കയറിയാലും അവിടുന്ന് കാറെടുക്കും. വീട്ടിലെ ഇയാൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം കാറിൽ കയറ്റും. മൊബൈൽ ഫോൺ എടുക്കും. അതുപോലെ തന്നെ ആ വീട്ടിലെ ക്യാഷ് ഗോൾഡൊക്കെ എടുക്കും. ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഒരു കാറ് നിറയായിട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് മുട്ടടയിലെ 2017 മോഷണം നടത്തിയത്. പിടിക്കപ്പെട്ടു. ആ കേസിനകത്ത് ഇവിടെ 10 വർഷം ശിക്ഷ കിട്ടി. ബണ്ടിച്ചോറ് പൂജപ്പുര സെൻട്രൽ ജയിലിലായിപ്പോയി. ബണ്ടിച്ചോറിൻ്റെ ഹിസ്റ്ററി അറിയാവുന്നതുകൊണ്ട് അയാളെ ഒരു മുറിക്കകത്താണ് പൂജപ്പുര താമസിപ്പിച്ചത്. 10 വർഷം അയാൾ ജയിലിൽ കിടന്നു. 2013 അയാളെ റെഡ് ഹാൻഡായിട്ട് പിടിക്കുന്നത്. 2021 മാർച്ചിൽ പൂജപ്പുര ജയിലിൽ നിന്ന് അയാൾ വെളിയിലിറങ്ങി. അതിനുശേഷം ഡൽഹിക്ക് പോയി. 1.5 മാസത്തിനകം ഡൽഹിയിൽ വീണ്ടും അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അയാൾ ആ കേസിനകത്ത്, ഡൽഹി കേസിനകത്ത് ജാമ്യത്തിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പം കേരളത്തിൽ വന്നു അയാൾ. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇരിക്കുന്ന ഒരു ബെഞ്ചിലിരിക്കുന്ന അവിടുത്തെ ഒരു പോലീസുകാരൻ കണ്ട് സംശയം തോന്നി. ബണ്ടിച്ചോറല്ലേ എന്ന് പറഞ്ഞാൽ അതെ. എന്താ ഇവിടെ വന്ന് ഒരു വക്കീലിനെ കാണാൻ വന്നെന്ന്. അതിനകത്ത് പോലീസ് അയാളെ ചോദ്യം ചെയ്തിട്ട് വിട്ടു. വീണ്ടും ബണ്ടിച്ചോറിനെ എറണാകുളം പോലീസ് തന്നെ കസ്റ്റഡി എടുത്തു. ബണ്ടിച്ചോറ് പറഞ്ഞത് താൻ ഒരു വക്കീലിനെ കണ്ടിട്ട് തൻ്റെ പേരിൽ ഒരു സിനിമ കേരളത്തിലെടുത്തു. അത് 10 നില പൊട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ സിനിമ നിർമ്മാതാവിനെ വക്കീൽ നോട്ടീസ് അയക്കണം. അതിനൊരു വക്കീലിനെ കാണാൻ വന്നു. 50 കോടി രൂപ നഷ്ടപരിഹാരം വേണം. തൻ്റെ ജീവിതകഥയും തൻ്റെ മോഷണ രീതിയെ ആസ്പദമാക്കി തൻ്റെ പേര് തന്നെ, നിക്നെയിം തന്നെ ഉപയോഗിച്ചാണ് ആ സിനിമ പുറത്തിറങ്ങിയത്. 50 കോടി രൂപ നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ. അതിന് വക്കീലിനെ കാണാൻ വന്നു. ഏതായാലും ബണ്ടിച്ചോറ് കേരളത്തിലെ ജയിലിൽ ഏകദേശം 10 വർഷത്തോളം കിടന്നു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇയാൾ ഒറ്റയ്ക്കൊരു മുറിയിലിട്ടിരിക്കുകയായിരുന്നു. കാരണം ഇയാൾ കുഴപ്പക്കാരനാണ്, ജയിലിൽ ചാടുമെന്നൊക്കെ അറിയാം. പക്ഷേ അയാൾ ഏകാന്ത തടവിലാണ് ആ പൂജപ്പുര സെൻട്രൽ ജയിലിൽ 10 വർഷം കിടന്നത്. വലിയ മാനസികമായ സംഘർഷം ഉണ്ടായി. അയാൾ പല സന്ദർഭത്തിലും ജയിലിനകത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അതിനുശേഷം ഇയാൾക്ക് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് നടത്തി. പല മാനസിക പ്രശ്നം ഇയാൾക്ക് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും പോലീസ് 10 വർഷം കഴിഞ്ഞപ്പം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഇയാളെ വിടുകയും ചെയ്തു. പൂജപ്പുര സെൻട്രൽ ജയിലുകാർക്ക് എന്നും ഇയാളൊരു തലവേദന തന്നെയായിരുന്നു. പല പ്രശ്നങ്ങൾ ജയിലിൽ, മാനസികമായ പ്രശ്നങ്ങൾ. ഇയാളെ പല പ്രാവശ്യവും ആശുപത്രിയിലാക്കേണ്ടി വന്നു. എന്തായാലും ആ ബണ്ടിച്ചോറ് ഇപ്പം ഡൽഹിയിലെത്തി മിടുക്കനായി. പക്ഷേ അവിടെ കൂടെ കേസുണ്ടാകുന്നുണ്ട്. ഗ്രേറ്റർ കൈലാഷിലെ ഒരു വീട്ടിൽ നിന്ന് 3 മൊബൈൽ ഫോണും വാച്ചും അവിടുത്തെ കാറും എടുത്തുകൊണ്ട് പോയതിനിപ്പം അറസ്റ്റിലായി. എന്തായാലും ഇയാളെ പൂർവ്വ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ സുമുഖനാണ് കാണാൻ, നല്ല മിടുക്കനാണ്. പൊക്കവും തടിയും വെളുപ്പും എല്ലാം ഉണ്ട് അയാൾക്ക്. അയാൾ നേരത്തെ ബിഗ് ബോസിൻ്റെ ഹിന്ദി വെർഷനിൽ അഭിനയിക്കാൻ പോയി. അങ്ങനെ ചാനലിലൊക്കെ വന്നിരുന്നു. അത് ഇയാളെ ആ ബിഗ് ബോസിലെ ഒരു താരമായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. കള്ളനാണ്, ബണ്ടിച്ചോറെന്നാണ് അതുകൊണ്ട് വിളിക്കുന്നത്. ഏതായാലും അയാൾക്ക് മോഷ്ടിക്കാതിരിക്കാൻ ഒക്കില്ല. മോഷ്ടിച്ച സാധനങ്ങളുമായിട്ട് കാറുമായിട്ട് നേരെ 5 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലിലേ താമസിക്കുകയുള്ളൂ. വലിയ ഹോട്ടലിൽ താമസിച്ചിട്ടാണ് മോഷണം നടത്തുന്നതും. മോഷണം നടത്തിയാൽ കാറുമായിട്ട് അങ്ങോട്ട് തന്നെ പോകും. അതുകൊണ്ട് ഇയാൾ 150ഓളം കേസുകൾ ഇപ്പം ഡൽഹിയിൽ പ്രതിയായിട്ടുണ്ടെങ്കിലും പണം എല്ലാം അയാൾ ദൂർത്തടിച്ച് കളയുകയും ഹോട്ടലിൽ താമസിക്കുകയും 5 സ്റ്റാർ ഹോട്ടലിലേക്കേ താമസിക്കുകയുള്ളൂ. പണം അങ്ങനെ കൃത്യമായി ഇയാൾ സൂക്ഷിക്കുന്ന ഒരു പതിവ് ഇയാൾക്കില്ല. 2014 ബണ്ടിച്ചോർ എന്ന സിനിമ ഇറങ്ങിയത് നമുക്കറിയാം. അത് അധികം പേര് കണ്ടിട്ടുണ്ടാവില്ല. കാരണം ബണ്ടിച്ചോറിൻ്റെയൊക്കെ സിനിമ അതിൽ വലിയ കളക്ഷനൊന്നുമില്ലാതെ 1-2 ദിവസം ഓടിയെന്നാണ് പറയുന്നത്. എന്തായാലും
ഡൽഹിയിൽ ഇപ്പം അയാൾ പിടിയിലായി എന്നാണ് വരുന്നത്. കാരണം കേരളത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. എറണാകുളത്ത് ഇയാളെ കണ്ടിട്ട് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത പോലീസ് ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അയാളെ വിട്ടു. ഇവിടെ അവരുടെ പോലീസ് സ്റ്റേഷനിലൊരു കേസില്ല, ഇവിടെ ഒരു കേസില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും പിന്നീട് ഇയാൾ ഒരു പ്രിവെൻറ്റീവ് അറസ്റ്റ് ആയിരിക്കണം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇയാൾ പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്തായാലും ഒരു വക്കീൽ നോട്ടീസ് ഒരു വക്കീലിനെ കണ്ടിട്ട് കൊടുക്കണം ആ സിനിമ നിർമ്മാതാവിന് എന്നാണ് അറിയുന്നത്.